ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ JW മാരിയറ്റ് ഹോട്ടലിലെ കിച്ചൺ 6 റെസ്റ്റോറൻറ്റിലാണുള്ളത്. ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷനായിരുന്നു കേട്ടോ. ഞങ്ങളുടെ HOD സ്പോൺസർ ചെയ്തത്. ഇവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. 6 ഡിഫറെൻറ്റ് കിച്ചൺസിൽ 6 വെറൈറ്റി ഓഫ് ഫുഡ്സ് ആയിരുന്നു കേട്ടോ. ആരും എന്നോട് ഒന്നിൻ്റെയും പേര് ചോദിക്കരുത് കേട്ടോ. ഇതിൽ മുക്കാൽ ഫുഡിൻ്റെയും പേര് പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നതും കൊളീഗ്സ് ആയിട്ട് പോകുന്നതും എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? അപ്പം ഞങ്ങൾ കുറേ ഫുഡൊക്കെ കഴിച്ചു, കുറേ എൻജോയ് ചെയ്തു. പിന്നെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ സീക്രട്ട് സാൻഡ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സീക്രട്ട് സാൻഡയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. മൊത്തത്തിൽ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. കണ്ണേട്ടൻ പോസ്റ്റായിട്ട് താഴെ നിൽപ്പുണ്ട് കേട്ടോ. കണ്ണേട്ടൻ ഞങ്ങളെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ അടുത്ത വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളുടെ ഫംഗ്ഷൻ കഴിയുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതിൻ്റെ കാരണം എന്താ അറിയോ? ഞങ്ങൾ ശരിക്കും രണ്ടുപേരും ഒരിടത്ത് തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ടും ഒരേ ഷിഫ്റ്റ് ആയതുകൊണ്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കാറേ ഉള്ളൂ. അപ്പോൾ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഒരാൾ വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ കണ്ണേട്ടന് തിരിച്ച് വീട്ടിൽ വരാൻ വണ്ടിയില്ല. അപ്പോൾ എന്താ ചെയ്യുക? ഒരാൾ പോസ്റ്റ് ആവും. ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ അതിമനോഹരമായിരുന്നു കേട്ടോ. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങളെല്ലാം അടിച്ച് പൊളിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ടേസ്റ്റ് ചെയ്യാൻ പറ്റി. സൂപ്പർ ആംബിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ എടുത്ത് കുറച്ച് വീഡിയോസ് നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. അപ്പോൾ കണ്ണേട്ടൻ വണ്ടി കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ പാർക്കിംഗ് അവൈലബിൾ അല്ലായിരുന്നു. കാരണം ഭയങ്കര ബിസി ഡേ ആയിരുന്നു അന്ന്. അങ്ങനെ കണ്ണേട്ടൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി കണ്ണേട്ടനെ തപ്പിപ്പിടിക്കുന്നതാണ് അടുത്ത ടാസ്ക്. കാരണം എന്താ അറിയാമോ, ഞാൻ പണ്ട് മുതലേ വഴി കണ്ടുപിടിക്കാൻ കുറച്ച് പുറകിലാട്ടോ. എത്ര പറഞ്ഞെന്നാലും എൻ്റെ തലയിൽ അത് കയറേയില്ല. പിന്നെ എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കണ്ണേട്ടൻ്റെ അടുത്തെത്തി. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഒന്ന് ജീവൻ വീണത് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.